ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ജോലിയൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത്. 2 മാസം നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുക്കണതും ജോലിയും കൂടി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലാസ്സിൽ പോകുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തേ. അപ്പോൾ അങ്ങനെ എന്നാലും ഞാനൊന്ന് എടുത്ത് നോക്കാം. നമുക്കങ്ങനെ ഒരു ശീലവും വേണമല്ലോ, നമുക്ക് ഏതായാലും വീഡിയോ എടുക്കുകയും വേണം. അപ്പോൾ ഞാൻ വേറെ ആരൊന്നും എടുത്തു തരാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു 8:45 ആകുമ്പോൾ മോൾക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കണത്. അപ്പോൾ ചോറും വേണം, അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണ്ടേ. അപ്പോൾ രണ്ടും കൂടി 8:45 എല്ലാം തീരുകയും വേണം. അപ്പോൾ ഞാൻ പുട്ടും കടലയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കടല ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടി നനച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ് പൊടി നനച്ച് വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ലോക്കൽ നമ്മൾ ഇവിടെ കിട്ടണ പൊടിയാണ് മേടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡഡ് പൊടിയൊക്കെ മേടിച്ചാൽ എനിക്കിഷ്ടമല്ല. എന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴിങ്ങനെ കുതിർന്ന് പൊങ്ങി വരികയല്ലേ, ആ ടേസ്റ്റ് എനിക്കിഷ്ടമില്ല. ഇത് നമ്മൾ അരി പൊടിപ്പിച്ച് വറുത്തെടുക്കണ പൊടിയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ പൊടിക്ക്. നമുക്ക് നമ്മുടെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, നമ്മുടെ ലോക്കൽ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് ഇത് സപ്ലൈ ഉള്ളൂ താനും. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, സാധനത്തിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജീരകമൊക്കെ ചേർത്താണ്. ജീരകം നമുക്ക് പൊടിയിലും ഇടാം, അതേപോലെ തന്നെ നമുക്ക് ഏതാണോ ഉണ്ടാക്കുന്നത്, പുട്ടുകുറ്റിയിലാണെങ്കിൽ പുട്ടുകുറ്റിയിൽ ഉള്ള വെള്ളത്തിലേക്ക് ഇടാം. അങ്ങനെ ഇടുമ്പോൾ ആ പുട്ടിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുമേ. പിന്നെ അതിനൊരു മണവും ഗുണവും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ലതാണ് ജീരകം ചേർത്തുണ്ടാക്കുമ്പോൾ. ആവിയിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇത്രയും നമ്മൾ പൊടിയിലിടുമ്പോൾ അത്രയില്ല. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതുണ്ടാക്കുമ്പോൾ നമ്മുടെ കടല വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് മസാലയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ അതൊന്ന് പ്രഷർ പോകുമ്പോൾ നമ്മുടെ ഈ പുട്ടും കൂടി അത് രണ്ടും ഒരേപോലെ നമുക്കായി കിട്ടും. അത് 2 അടുപ്പയിലായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി ഞാൻ 2 അടുപ്പയിലും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടല ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കടലയും റെഡിയാവും. അങ്ങനെ ഞാൻ പുട്ട് ഉണ്ടാക്കണത് നമ്മുടെ ചിരട്ടപ്പുട്ട്. ഞാൻ പുട്ട് പുട്ടായിട്ടുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ പുട്ടുകുടത്തിൽ ഉണ്ടാക്കും. പിന്നെ ഉതിര് പുട്ടായിട്ടും ഉണ്ടാക്കും കേട്ടോ. ഉതിര് പുട്ടെന്ന് പറഞ്ഞാലേ നമ്മൾ അറിയായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ വെറുതെ കോരി വെച്ച് തേങ്ങയൊക്കെ കുഴച്ച്, പൊടിയുടെ കൂടെ തന്നെ തേങ്ങ കുഴച്ച് അതിനകത്തേക്ക് കോരി വയ്ക്കുമ്പോൾ നമുക്കൊന്ന് എളുപ്പമാണ്. വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ഉണ്ടാക്കും ഞാൻ ഇപ്പോൾ ഇങ്ങനെ പുട്ടുകുറ്റിയിലും ഇതും അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ പുട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ വെന്താ അവിടെ വരട്ടെ. അപ്പോൾ നമ്മുടെ കടല നമുക്ക് റെഡിയാക്കാം. പിന്നെ കടല നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കുകയാണ്. കടുകിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടിയിടാം. ഞാനിപ്പോൾ എല്ലാ പൊടി ഇടുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ബീഫ് മസാലയും കൂടി ഇടും. ബീഫ് മസാല ഇടുന്നത് നമ്മൾ കടലക്കറിക്ക് ബീഫ് മസാല ഇടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ചിക്കൻ മസാലയ്ക്ക് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. ചിക്കൻ മസാലയുടെ ആ ഒരു മണമൊക്കെ എനിക്ക് അത്രയ്ക്ക് പിടിക്കണില്ല. ബീഫ് മസാലയാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അത് എന്നോട് മമ്മി പറഞ്ഞ് ബീഫ് മസാല നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതലാണ് ഞാൻ ചേർക്കണത്. അപ്പോൾ അതെനിക്ക് തോന്നാറുണ്ട് ഇതൊന്നും കൂടി നല്ലതാണ് കടലക്കറിക്ക് നമുക്ക് ബീഫ് മസാല ചേർക്കുമ്പോൾ. അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ചിക്കൻ മസാല ഇട്ടുണ്ടാക്കണവർ ബീഫ് മസാല ഒന്ന് ഉപയോഗിച്ച് നോക്കേ. അപ്പോൾ നമ്മുടെ കടല നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് നമുക്ക് കടലയ്ക്ക് ഒരിത്തിരി ഗ്രേവി വേണം പുട്ടിനാവുമ്പോൾ. അപ്പോൾ അതിനാണ് തേങ്ങാപ്പാൽ ചേർക്കാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ നമ്മൾ പിഴിഞ്ഞ് തേങ്ങാപ്പാലായിട്ട് മാത്രമല്ല ചേർക്കണത്, നമ്മൾ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞിടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈയുടെ ഉള്ളിൽ കൂടി കുറച്ച് തേങ്ങയുടെ അംശവും കൂടി ഇതിനകത്തേക്ക് വരുമ്പോൾ അത് ഒരു തിക്നെസ് ഉണ്ടാവും. അതിനാണ് ഞാനിങ്ങനെ ചേർക്കണത്. പിന്നെ അല്ല എങ്കിൽ ഇത് പണ്ട് അമ്മമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയാണ്, ഇത്തിരി അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒരു സ്പൂണോ അല്ലെങ്കിൽ അര സ്പൂൺ പൊടി എടുത്തിട്ട് അത് വെള്ളത്തിൽ ലൂസാക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താലും തിക്കായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് കോൺഫ്ലോറൊക്കെ ചേർക്കണതിന് പകരം പണ്ട് അമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന രീതിയാട്ടോ. അറിയാവുന്നവരൊക്കെ കാണും കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപ്പ് കറിയാണ് വെക്കണത്. അപ്പോൾ പച്ചക്കറി പുള്ളിക്ക് പറ്റിയ പച്ചക്കറിയൊന്നും ഇല്ല, വഴുതനയ്ക്കയും അച്ചിങ്ങയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കറിയാക്കിയാലും കൂട്ടുമൊന്നുമില്ല. അപ്പോൾ പരിപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നങ്ങനെ പരിപ്പ് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. ഞാൻ അധികം എനിക്ക് ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് കൂട്ടിയാലും നമുക്ക് ഒരു വല്ലാണ്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ കൂട്ടിയാൽ നമുക്ക് അസ്വസ്ഥത ഉള്ളതുകൊണ്ട് കൂട്ടാൻ തോന്നിയില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഇടിച്ച മുളകൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂട്ടി തന്നെ ചോറുണ്ണാം. പക്ഷേ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മളത് കഴിക്കാത്തത് കൂടുതൽ. പിന്നെ ഇത്തിരിയൊക്കെ കഴിക്കും കേട്ടോ, നമുക്കൊരു സ്പൂണൊക്കെ കഴിക്കണതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളൊരു ഇഷ്ടത്തിന് കഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ കൂടുതലൊന്നും പരിപ്പ് ഉപയോഗിക്കില്ല. അപ്പം നമ്മൾ അതിനകത്തേക്ക് പരിപ്പിൽ സവോള ചേർക്കും ഞാൻ. ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനകത്തേക്ക് സവോളയുടെ പകുതിയാണ് ചേർക്കണം കേട്ടോ, ഒരു സവോളയൊന്നും വേണ്ട. പകുതി ചേർത്തിട്ട് അതിനകത്തേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്താലും ഗ്യാസിൻ്റെ ഒരു പരിധിവരെയൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഞാൻ നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു, ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച്. നമുക്ക് 2 വിസിൽ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വേകാത്ത പരിപ്പൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ചിലപ്പോൾ ഇത് കുക്കറിലിട്ടാലും വേഗമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല പരിപ്പാണെങ്കിൽ മാത്രമേ അങ്ങനെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പരിപ്പ് നമുക്കത് സോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് 2 വിസിലോ 3 വിസിലോ കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് വെള്ളത്തിൽ ഇട്ടെന്നേ ഉള്ളൂ ഇവിടെ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. കലങ്ങിയൊന്നും പോവണ്ട. ഇത് ഒരുപാട് കലങ്ങി പോയ പരിപ്പ് കറിക്ക് ടേസ്റ്റ് ഇല്ല. ഒരു മീഡിയം ആയിട്ട് വെന്താൽ മതി ഇത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പിന്നെ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മുട്ടയൊക്കെ പൊഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിച്ച മുളക് ഇട്ടതിന് ശേഷം ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പരിപ്പ് കറിക്ക്. നമുക്ക് പരിപ്പ് കറി ഇങ്ങനെ കൂട്ടി മാത്രം ചോറുണ്ണാനും പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ജോലികൾ. ഇനി നമുക്ക് ചോറിട്ട് വയ്ക്കണം കൊണ്ടുപോകാനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുള്ളിക്ക് വാരിയും കൊടുക്കണം. എന്നാന്ന് പറയുക മുടിയൊക്കെ കെട്ടി വരുമ്പോൾ തന്നെ കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്ന് വാരിക്കെടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണും വരെ ടാറ്റാ.